At the time, it was about 25 crores worth material sitting in my warehouse. I don't know, we don't have any other customers. Board was looking at me and asking me what the next we should do. പുള്ളിയോടെ വന്നു, പുള്ളി പറഞ്ഞു കമ്പനീസ് ഇൻ ബാങ്ക്രപ്സി and we can't do anything about it. He needs about exactly 150 metric tons which is in my warehouse in stock. ദൈവം എങ്ങനെയാണ് അടുത്ത് വന്നിരുന്നത്? ഈ ബ്ലെൻസിൻ്റെ ഐഡിയ ആർക്കും ഉണ്ടാവാത്തൊരു സംഗതിയായിരുന്നു. പല പ്രാവശ്യവും ഞാൻ ഫെയിലായി. ഒരു വർഷത്തോളം എനിക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിയില്ല. സെക്കൻഡ് ഐ സെഡ് ഐ നീഡ് ടു ഗെറ്റ് സം ഓപ്പണിംഗ്. ഒരു ക്ലയൻറ്റ് എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നു കഴിഞ്ഞ് പിന്നെ എനിക്ക് 1 to 1 അത് കൊണ്ടുപോകാൻ പറ്റി. അത് പിന്നെ ഓൾ ഇന്ത്യ മുഴുവൻ ഞാനത് എസ്റ്റാബ്ലിഷ് ചെയ്തു. വി ആർ ദ ഫസ്റ്റ് കമ്പനി ടു ഡു ദ ഫസ്റ്റ് ബ്ലെൻസ് ഇൻ ഇന്ത്യ. എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ ആരാന്ന്. ടുഡേ ഞങ്ങൾ ബ്ലെൻസിൽ തന്നെ ഞങ്ങൾ 600 crores ടേൺ ഓവർ ചെയ്യുന്നുണ്ട് ബ്ലെൻഡ് തന്നെ. 1999 ഞങ്ങൾക്കിടെ ടേൺ ഓവറിന് ഇന്ത്യൻ മാർക്കറ്റിലെ ഇന്ത്യൻ ബിസിനസ്സിലെ ടേൺ ഓവർ 3 കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അത് 1700 crores ആണ് ഗ്രൂപ്പ് ടേൺ ഓവർ ഇന്ത്യൻ മാർക്കറ്റ് മാത്രം. Synthite to be the number one always because we are controlling about 40% of the world requirement. Finally, I became a great success for me. തകർച്ചകൾ വരുമ്പോൾ എങ്ങനെ പിടിച്ചേക്കുന്നതെന്നുള്ളത് നമ്മളെല്ലാ കാര്യം പോകുന്നത് എല്ലാം നടക്കണമെന്നില്ലല്ലോ. ചിലപ്പോൾ നടക്കാതെ പോകും. പക്ഷെ നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിക്കുകയും ചെയ്യും. അപ്പം വൈ ഐ ആം ഫെയിലിംഗ് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. പലപ്പോഴും ചോദിക്കാറില്ല ആരും. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ദാറ്റ് യു തിങ്ക് എ പേഴ്സൺ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഇസ് ബെറ്റർ ദൻ യു. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ബിക്കോസ് നമ്മുടെ ഈഗോ അത്രയും കുറഞ്ഞിരിക്കും. ആദ്യമായിട്ട് കാർ മേടിച്ചു? ഫസ്റ്റ് കാർ എനിക്ക് കോളേജിൽ പോകുമ്പോൾ ഫാദർ എനിക്ക് ഫിയറ്റ് കാർ തന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് കാർ. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര വണ്ടി ജീവിതത്തിൽ കയറി പോയി? എത്ര ഒരു 160 കാറെങ്കിലും പോയി കാണണം. എല്ലാ പ്രാവശ്യവും എല്ലാവരും പറയും ഞാൻ പറയുന്നത് ലാസ്റ്റ് കാറാണ് ഞാൻ എടുക്കത്തില്ല എന്ന് പറയും. ഇപ്പം തീരുമാനിച്ചു വിൽ നോട്ട് ടേക്ക് എനി മോർ കാർസ്. കാരണം കാറിൻ്റെ ഏറ്റവും രാജാവിനെയാണ് ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത്. ഞാനൊരു എക്സ്ട്രായിട്ടാണ് ഈ ലെവലിലെത്തിയത്. അപ്പം don't think that it's easy to get in and make a success. No. When you're getting into a business, never think that tomorrow morning I'm a successful story. No, never. ആയിരത്തി 1972 ഇദ്ദേഹത്തിൻ്റെ പിതാവ് CV ജേക്കബ് അതുവരെ ആരും കേൾക്കാത്ത ഒരു ബിസിനസ് സംരംഭവുമായി വരുന്നത്. കേരളത്തിൽ നിന്നല്ല, അത് ഒരു വെറൈറ്റി ബിസിനസ്സായി പിന്നീട് മാറി. ഇന്ന് സിന്തൈറ്റ് ഗ്രൂപ്പ് 4000 കോടിയോളം ടേൺ ഓവറിൽ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ എല്ലാമായ വിജു ജേക്കബ് സാറാണ്, ഡോക്ടർ വിജു ജേക്കബാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. സൈനയിൽ ഞാൻ രേണു. സർ, വെൽക്കം. താങ്ക് യു. ഈ 1972 ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാമെന്ന് പറയുമ്പോൾ എല്ലാവരും പിന്നീടുള്ളതിൻ്റെ വളർച്ചയെ കാണുന്നുണ്ട്. അത് തുടങ്ങി എത്തി എല്ലാവരും പറയും. പക്ഷേ ഇത്തരമൊരു അങ്ങനൊരു തോട്ട് വരുന്നതിന് പിന്നിലൊരു എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഐഡിയ ആയിട്ട് വന്നതെന്ന്? എൻ്റെ ഫാദർ ബേസിക്കലി വാസ് എ കോൺട്രാക്ടർ. ഈ കോൺട്രാക്ട് ഫീൽഡിൽ നിന്ന് 1970 ജപ്പാനിൽ ഒരു എക്സ്പോ 70 എന്ന് പറഞ്ഞ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. ആ എക്സിബിഷന് പോയപ്പോഴാണ് ഇതിൻ്റെ ഒരു നട്ട്ഷെല്ല് കിട്ടിയത്, ഒരു ടിപ്പ് ഓഫ് ദ ബിസിനസ് കിട്ടിയത്. ശരിക്കും സിന്തൈറ്റ് തുടങ്ങിയത് ഒരു സ്പൈസ് എക്സ്ട്രാക്ഷന് വേണ്ടി ആയിരുന്നില്ല. ആർട്ടിഫിഷ്യൽ ഫ്രേഗ്രൻസോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഒരു ഫ്ലേവേഴ്സിന് വേണ്ടിയായിരുന്നു തുടങ്ങിയത്. പക്ഷേ ഇവിടെ വന്നപ്പം എൻ്റെ ഫാദറിൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞു കേരളത്തിലാണല്ലോ സ്പൈസസ് ഏറ്റവും കൂടുതലുള്ള എന്ന് പറഞ്ഞപ്പം ദെൻ റീതോട്ട് അബൌട്ട് ലെറ്റ്സ് ഗോ ഇൻ ടു സ്പൈസസ്. ഇപ്പോൾ ടെക്നോളജി വേണമല്ലോ. ടെക്നോളജി CFTR ടെക്നോളജി ഞങ്ങൾ ഉപയോഗിച്ചു. മൈസൂർ CFTR ആ സമയത്ത് ഇതുപോലത്തെ ടെക്നോളജി കൊടുക്കുന്നുണ്ടായിരുന്നു. സ്പൈസ് ഒലിയോറിസിൻസ് എക്സ്ട്രാക്ഷൻസ് ചെയ്യാനായിട്ട്. പക്ഷേ അവരുടെ പ്രോസസ്സിൽ അവരുടെ ടെക്നോളജി ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയിരുന്നില്ല. കാരണം ഒത്തിരി ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു. 78 to 72 വരെ ഇറ്റ് വാസ് എ ബിഗ് ഫെയിലിയർ. കണ്ടിന്യൂസ് ഫെയിലിംഗ് ആയിരുന്നു. പ്രോസസ് ഫെയിലിംഗ് ഉണ്ടായിരുന്നു. കാരണം ബിക്കോസ് ഞങ്ങൾ അത്രയും ഫാദറിൻ്റെ കൂടെയുള്ളവർ അത്ര എഡ്യൂക്കേറ്റഡ് മീൻസ് ഈ ടെക്നോളജിയിൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നില്ല. അതുകൊണ്ട് പക്ഷേ 1974 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് US നിന്നൊരു ക്ലയൻറ്റ് ഞങ്ങളെ അപ്രോച്ച് ചെയ്തു. സ്റ്റിൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി മോശമായിരുന്നുകൊണ്ട് അവരവരുടെ ഒരു ടീമായിട്ട് ഇവിടെ വന്ന് ഞങ്ങളെ ക്വാളിറ്റി പ്രോസസ്സിൻ്റെ കറക്ഷൻ തന്നു. ആ കറക്ഷൻ തന്നതോടെ 1976 ആക്ച്വലി ഫസ്റ്റ് എക്സ്പോർട്ട് നടക്കുന്നത് US. കമ്പനിയുടെ പേര് J. Mannheimers എന്നാണ്. അവരായിട്ടാണ് ഞങ്ങൾ ആദ്യത്തെ ടൈപ്പ് ചെയ്യുന്നത്. അന്ന് ഞങ്ങളുടെ സ്റ്റാഫ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 10 പേരും ഒറ്റ സിംഗിൾ പ്രോഡക്റ്റും. ബ്ലാക്ക് പെപ്പർ ആണ് ഞങ്ങളുടെ സിംഗിൾ പ്രോഡക്റ്റ്. ഈ ടെക്നോളജിയുടെ കാര്യം സാർ പറഞ്ഞല്ലോ. ഈ
ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതിൻ്റെ ശക്തിയും ടെക്നോളജി തന്നെയാണ്. തീർച്ചയായും ഈ ഒരു ടെക്നോളജി തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ചാലഞ്ചസ്, ഈ പറഞ്ഞ പോലെ ആദ്യത്തേത് വർക്ക് ആവാതിരിക്കുന്നു, അതിനുശേഷം ഈ ഓർഡർ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. ടെക്നോളജി ഒരുപാട് ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരാളാണ് താങ്കൾ. അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഇത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു, പിന്നീട് ടെക്നോളജി എത്രത്തോളം ഇതിനെ ഈസി ആക്കി? ഒരു പ്രോഡക്റ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലായി ഇനി മുന്നോട്ട് ഇതേപോലെ പോയാൽ പോരാ, കുറച്ചുകൂടെയും അഡ്വാൻസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യണമെന്ന് മനസ്സിലായി. സോ വി ബോട്ട് ഇൻ ന്യൂ ബ്രെയിൻസ് ഇൻ ടു ദ കമ്പനി. ലൈക്ക് പുതിയ സ്റ്റാഫ് സ്ട്രെങ്ത് കൂട്ടി, ആൾക്കാരെ കൂട്ടി, പ്രൊഡക്റ്റ് നമ്പേഴ്സ് കൂടി, പെപ്പറിൽ നിന്ന് ജിഞ്ചറായി ടേമറിക്കായി അങ്ങനെ നമ്പർ ഓഫ് പ്രോഡക്ട്സ് കൂടി. സോ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഇസ് ദ വേ ഓഫ് ഗോയിങ് ടുവേർഡ്സ് ഇറ്റ്. പിന്നെ ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് CO2 ടെക്നോളജി കൊണ്ടുവന്നു. പിന്നെ SSE ഡിസ്റ്റിലേഷൻ സിസ്റ്റം കൊണ്ടുവന്നു. പിന്നെ റോബോട്ടിക് പ്ലാന്റ് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു 4 years ബാക്കാണ് ഞങ്ങൾ റോബോട്ടിക് പ്ലാന്റിലേക്ക് മാറിയത്. ഒരു സെക്ഷൻ റോബോട്ടിക് പ്ലാന്റാണ്. കാരണം അവിടെ 10-20 പേര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ 2 പേരെ അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. റെസ്റ്റ് ഓഫ് ദ വർക്ക് ഇസ് ഡൺ ബൈ ദ റോബോട്ട്. അപ്പോൾ ആ ടെക്നോളജി ഹാസ് ടു പ്ലേ ഇൻ ദിസ് ഓർഗനൈസേഷൻ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ദ പ്രിസിഷൻ കറക്റ്റ് ആവത്തില്ല ഈ കാരണം ഞങ്ങളുടെ ബേസിക്കലി ഞങ്ങളുടെ ഫുഡ് ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്ന ഒരു റോ മെറ്റീരിയൽ ആയതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ പക്കയായിരിക്കണം. ഒരിക്കലും ഒരു കോംപ്രമൈസിനും സ്കോപ്പില്ല അതിനകത്ത്. ഇപ്പം സിന്തൈറ്റിൻ്റെ പ്രോഡക്ട്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ടൂത്ത് പേസ്റ്റിൽ നിന്ന് തുടങ്ങിയാൽ കോസ്മെറ്റിക്സ് ആയി, ഗ്രോസറി ആയി, അങ്ങനെ എല്ലാത്തിലും ഇതിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരുപാട് പ്രോഡക്ട്സ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് വിപണിയിൽ. അടുത്തൊരു 20 വർഷം നമ്മൾ ചോദിച്ചാൽ, കാരണം വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരാളാണ് താങ്കൾ. അപ്പോൾ ഒരു 20 yearsൽ സിന്തൈറ്റിൽ എത്ര പ്രോഡക്ട്സും എത്ര വ്യാപ്തിയിൽ നമ്മൾ കാണും? Synthite would be must change in a different space altogether. ഞാനിപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ഫെർമെൻറ്റേഷൻ ടെക്നോളജി. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂ ഇൻ ദ വേൾഡ് ഇസ് ദ ESG. ലൈക്ക് ഇപ്പം ലൈക്ക് എവറിബഡി സേസ് ദാറ്റ് കാർബൺ ക്രെഡിറ്റ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. എങ്ങനെയാണ്, എത്ര കാർബൺ ക്രെഡിറ്റ് നിങ്ങൾക്കുണ്ട്, എത്ര ESGയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇങ്ങനെ ഒത്തിരി നമ്പേഴ്സ് ഓഫ് തിങ്സ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് ബൈ അവർ ക്ലയൻസ് ആൻഡ് ആസ് വെൽ ആസ് ദി ഫോറിൻ ഡെലിഗേറ്റ്സ് ഹു കമ്മിങ് ഹിയർ. അപ്പം നമ്മളിപ്പോഴും അതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റിനോടൊപ്പം തന്നെ നമ്മൾ പുതിയ നോവൽ പ്രോഡക്ട്സ്, ഫോർ എക്സാമ്പിൾ ഫെർമെൻറ്റേഷൻ. ഇപ്പോൾ ഫെർമെൻറ്റേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വാനില ബീൻസ് നമ്മൾ മേടിച്ച് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാറുണ്ട്. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിന് വാനില സെയിം പ്രോഡക്റ്റ് ഉണ്ടാക്കാം ത്രൂ ദ ഫെർമെൻറ്റേഷൻ ടെക്നോളജി. ഇറ്റ്സ് എ പ്യോർലി ഒരു വടിക്കോൾ ഒരു ബയോടെക്നോളജിയാണത്. അപ്പോൾ അതും നമ്മൾ റീസെൻ്റായിട്ട് ഒരു കമ്പനിയായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചറിലേക്ക് കയറുകയാണ്. അപ്പം അതൊക്കെ ദാറ്റ് വിൽ ടേക്ക് എ ബിഗ് ഗ്രോത്ത് ഫോർ സിന്തൈറ്റ് ആൻഡ് ദാറ്റ്സ് എ ഫ്യൂച്ചർ ടുഡേ. ബിക്കോസ് ഇന്നത്തെ എൻവയറമെൻറ്റിൽ നമുക്ക് ഇന്നിപ്പോൾ മഴ പെയ്തോ നാളെ വെയിലാണോ, യു ഡോണ്ട് നോ, നോബഡി നോസ്. ഈ ക്രോപ്പൊക്കെ ഫെയിലാവുന്നുണ്ട് ഒത്തിരി. അപ്പോൾ അതൊന്നും ഇല്ലാതെ, ഒറ്റ ക്രോപ്സും ഇല്ലാതെ നമുക്ക് ഈ ഫെർമെൻറ്റേഷൻ ടെക്നോളജി വെച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം സോ വി ഡോണ്ട് ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ ഫാമിംഗ്. വി മേ നോട്ട് ബി ഡിപ്പെൻഡിങ് അപ്പോൺ എനിബഡി ഫോർ ദറ്റ് മാറ്റർ. ഓൺലി ത്രൂ ദ ബാക്ടീരിയ മോളിക്യൂൾസ് ബയോടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനുള്ള സംവിധാനത്തിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു വലിയ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനി ഇൻ ദ വേൾഡായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തേക്കുന്നത്. അപ്പം ഇനിയും ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ഒരു സിന്തൈറ്റിനെ നമ്മൾ കാണും. തീർച്ചയായിട്ടും ഇനി ഡൈവേഴ്സിഫിക്കേഷന് പോകണം, ഫോക്കസ്. കാരണം ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഈ എക്സ്ട്രാക്ഷൻസ് ഒരു ലിമിറ്റ് വരെ ആയി ടു എൻ എക്സ്റ്റെൻറ്റ്. ഇനി അതിൻ്റെ അകത്ത് ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കണം, ലൈക്ക് മേക്കിംഗ് ഇൻ ടു സം അതർ വേർഷൻസ്. ഇപ്പോൾ നമുക്ക് പൗഡർ ഫോം ഉണ്ട്, ഗ്രാനുവൽസ് ഉണ്ട്, അങ്ങനെ പല ഡിഫറെൻറ്റ് ഫോമിലേക്ക് ആയിക്കഴിഞ്ഞു. ഇനി വേറൊരു ഫോമിലേക്ക് ആവാനല്ല, ഇനി വേറൊരു ഫോമുലേഷൻ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് എവറിഡേ ഇന്നോവേഷനാണ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ എവറിഡേ ഇന്നോവേഷൻ്റെ സമയത്ത് നമുക്ക് ഒരു ഫ്ലേവർ ഡിഫറൻസസ് ഉണ്ടാക്കണം. ഇപ്പോൾ സാധാരണ ഒരു ചിക്കൻ കറി കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ ചിക്കൻ കറി അല്ലാത്തൊരു വേറൊരു ഫ്ലേവർ ആഡ് ചെയ്ത് അതിനെ മാറ്റാൻ ശ്രമിക്കണം. ആ ഡിസ്ട്രപ്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതാണ് ഒളിയൂർസൺ സൈഡിലെ ഗ്രോത്ത്. വി മേക്ക് ബ്ലെൻഡ്സ് ഫോർ ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് പെപ്സി. വി മേക്ക് ബ്ലെൻഡ്സ് ഫോർ യൂണിലിവർ, ഫോർ നെസ്ലെ, അങ്ങനെ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് നമ്മൾ ബ്ലെൻഡ്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നെസ്ലെ തന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് എൽസ് യു ക്യാൻ ഗിവ് മീ.
കാരണം വാട്ട് ന്യൂ ദാറ്റ് യു ക്യാൻ ഗീവ് മീ. അപ്പം ഞങ്ങളുടെ റിസർച്ച്, ഞങ്ങളുടെ ഇന്നോവേഷൻ സെൻറ്റർ അതിന് വേണ്ടി വർക്ക് ചെയ്യണം. വാട്ട് ന്യൂ തിങ് വാട്ട് വി ക്യാൻ ഗീവ്. ഒരു ഡിസ്ട്രപ്റ്റീവായിട്ടുള്ള ഒരു സംഗതി ചെയ്യണം. അല്ലാതെ റെഗുലറായിട്ട് എല്ലാവരും കഴിക്കുന്ന സാധനം കൊടുക്കാതെ ഒരു വ്യത്യസ്തപ്പെട്ട ഒരു സംഗതി നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം നമ്മൾ ഇപ്പോൾ റോബോട്ടിക് ഡിവിഷൻ ഉണ്ട്, ഇങ്ങനത്തെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിലെല്ലാം പ്രധാനമായി നിൽക്കുന്നത് നമ്മുടെ തലയും നമുക്കതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുമാണല്ലോ. തീർച്ചയായിട്ടും. അപ്പം ബ്രെയിൻ ഡ്രെയിൻ ഒരുപാട് സംഭവിക്കുന്നൊരു രാജ്യമായിട്ടാണ് നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയുക. തീർച്ചയായിട്ടും. ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നല്ല അറിവ് വേണം. തീർച്ചയായിട്ടും. അപ്പം അങ്ങനത്തെ ആളുകളെ ഹയർ ചെയ്യാനായിട്ട് കിട്ടാനായിട്ട് ഇതിലോട്ട് തന്നെ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളെ കിട്ടുമ്പോൾ അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ്? ഇത് മാർക്ക് വെച്ച് ഡിഗ്രീസ് വെച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുമോ ടു മേക്ക് ഇറ്റ്? ഈ ഒരു നോ, വി ഡോണ്ട് ഗെറ്റ് പീപ്പിൾ ലൈക്ക് ദാറ്റ്. വി ഹാവ് ടു മേക്ക് പീപ്പിൾ. ദാറ്റ്സ് എ പ്രോബ്ലം. ഞങ്ങളുടെ ചലഞ്ച് എപ്പോഴും അങ്ങനെയാണ്. കാരണം ഈ ഒരു ഏരിയയിൽ നമുക്ക് ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ബിക്കോസ് വി വെർ ദ പൈനിയേഴ്സ്, ബിക്കോസ് ദർ ഇസ് നോ അതർ പീപ്പിൾ ഹൂ നോസ് അബൌട്ട് ദിസ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്നവരെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അവരെ കൊണ്ട് ഞാൻ ഇരുത്തി അവരെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിക്കുകയാണ്. വാട്ട്സ് ദ നെക്സ്റ്റ്. അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ വാട്ട്സ് ദ നെക്സ്റ്റ് ഇന്നോവേറ്റീവാണ് നമ്മൾ ചോദിക്കുന്നത്. വാട്ട്സ് ദ നെക്സ്റ്റ് യു ക്യാൻ ബ്രിങ് ഇൻ. പുതിയ ഫ്ലേവർ, പുതിയൊരു തോട്ട്. ഇപ്പം നമ്മൾ എക്സിബിഷൻസിനൊക്കെ പോകും, പലയിടത്തും നമ്മൾ ജർമ്മനിയിലും പലയിടത്തും എക്സിബിഷൻസിന് പോകുന്നുണ്ട്. അപ്പോൾ പോകാൻ നേരത്ത് പല സ്റ്റോളുകളിൽ കൂടെ പാസ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടും, പുതിയ ഫുൾ തോട്ട്സ് കിട്ടും. അതൊക്കെ വെച്ച് നമ്മൾ അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കും. വാട്ട് ആർ ദ ന്യൂ ഫ്ലേവേഴ്സ് വിച്ച് ഇസ് കമ്മിങ് ഇൻ ടു ദ മാർക്കറ്റ്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ നോക്കിയാൽ അറിയാം, ഓരോ ദിവസം ചെല്ലുന്നതോറും ഓരോ വീക്കിൽ ചെല്ലുന്നതോറും പല സ്ഥലത്തായിട്ട് റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കാണാം. സ്മോൾ റെസ്റ്റോറൻറ്റ്സ്, അത് ബിഗ് ഓർ സ്മോൾ എന്ന് ക്വസ്റ്റൻ അല്ല. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്, ഡിഫറെൻറ്റ് ടേസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോൾ. ഇനി എന്തിലോട്ട് നമ്മൾ ഇറങ്ങുവാണെങ്കിലും ഹാർഡ് വർക്ക്, പാഷൻ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ താങ്കൾ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം താങ്കളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണെന്ന്. അപ്പം വിജു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹാർഡ് വർക്ക്, അതിൻ്റെ ഒരു സമയം അതെങ്ങനെയാണ് ശരിക്കും പോകുന്നത്? ഹൗ ഡു യു ഡു ഇറ്റ്? ഹൗ ഡു യു മാനേജ് ഇറ്റ് ഓൾ? ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ 1982 സിന്താറ്റിൽ സീരിയസ് ആയിട്ട് ജോയിൻ ചെയ്തത് ആസ് എ ഡയറക്ടർ. അപ്പം ആ സമയത്തൊക്കെ ഒരു ബേസിക് സ്റ്റഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇനീഷ്യൽ സ്റ്റേജസിൽ എനിക്ക് ഐ വാസ് നോട്ട് ലൈക്കിംഗ് ദിസ് പ്രോഡക്ട്സ്. പിന്നെ വൺസ് യു ഗോട്ട് ഇൻ ടു ലവ് വിത്ത് ദ പ്രോഡക്റ്റ്, ഓട്ടോമാറ്റിക്കലി യു സ്റ്റാർട്ടഡ് തിങ്കിങ് വാട്ട്സ് ദ നെക്സ്റ്റ്. എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഐ എം തിങ്കിങ് ഇന്നോവേറ്റീവ് തിങ്കിങ് ആണ്, ലൈക്ക് ക്രിയേറ്റിവിറ്റി എന്നിൽ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഐ തിങ്ക് വാട്ട്സ് ദ നെക്സ്റ്റ് എന്നുള്ള തിങ്കിങ് എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും കയറി വരും. അപ്പോൾ ദെൻ ഐ ഓൾവേസ് തിങ്ക് വാട്ട് വി ഷുഡ്, ഈ സിന്തായിട്ട് എന്തായിരിക്കണം അടുത്ത ഇന്നോവേറ്റീവ് തിങ്കിങ്. അങ്ങനെയാണ് 1999 ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായത്, വി ഷുഡ് മേക്ക് ബ്ലെൻഡ്സ് എന്നുള്ളത്. ഈ ബ്ലെൻഡ്സിൻ്റെ ഐഡിയ ആർക്കും ഉണ്ടാവാത്തൊരു സംഗതിയായിരുന്നു. പല പ്രാവശ്യവും ഞാൻ ഫെയിലായി, അതിൻ്റെ അകത്തുണ്ടാക്കി പ്രോഡക്റ്റ് ഉണ്ടാക്കി ഫെയിലായി. പക്ഷേ ഫൈനലി ഐ ബിക്കം എ ഗ്രേറ്റ് സക്സസ് ഫോർ മീ. ടുഡേ ഞങ്ങൾ ബ്ലെൻഡ്സിൽ തന്നെ ഞങ്ങൾ 600 crores ടേൺ ഓവർ ചെയ്യുന്നുണ്ട് ബ്ലെൻഡ് തന്നെ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ബിക്കോസ് നമുക്ക് അതിൻ്റെ അകത്തോടുള്ള ആ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത് ചെയ്തത്. അങ്ങനെ ചെയ്തു വന്ന് അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് 1999 ഞങ്ങൾക്കിടെ ടേൺ ഓവറിന് ഇന്ത്യൻ ബിസിനസ്സിലെ ടേൺ ഓവർ, ഞങ്ങൾ എക്സ്പോർട്ടാണ് കൂടുതൽ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. 3 കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അത് 1700 crores ഞങ്ങളുടെ ഗ്രൂപ്പ് ടേൺ ഓവർ, ഇന്ത്യൻ മാർക്കറ്റ് മാത്രം. അതായത് ഞങ്ങളുടെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആ സ്പേസ് ഉണ്ടെന്ന് അന്ന് എനിക്ക് കാണാൻ പറ്റി. ഇവിടെയാണ് ഈ ഇന്ത്യയിൽ സ്പേസ് ഉണ്ടെന്ന് കാണാൻ പറ്റുക. എല്ലാവരും പുറത്തോട്ട് ഈ എക്സ്പോർട്ടിലോട്ട് പോയവരുണ്ട്, പുറത്ത് ബിസിനസ്സുകൾ വളർത്താൻ നോക്കിയവരുണ്ട്. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് എന്നും അങ്ങനെ ആയിരിക്കും എന്ന് കരുതി. പക്ഷെ ഇന്ത്യയുടെ മാർക്കറ്റും പൊട്ടൻഷ്യലും കണ്ടുപിടിക്കാൻ വളരെ കുറച്ച് ആളുകളെ ശ്രമിച്ചുള്ളൂ. അതിൽ ഒരാളാണ് താങ്കൾ. ഈ ശ്രമം അല്ലെങ്കിൽ ഈ ഒരു കാഴ്ച അതെങ്ങനെയാണ്, ആ അകക്കണ്ണ് തുറന്നത് എങ്ങനെയാണ്? അത് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് എക്സ്പോർട്ട് മാർക്കറ്റിൽ. ആസ് യു റൈറ്റ്ലി സെഡ്, നോബഡി വാണ്ട്സ് ടു ഡു എനിത്തിങ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്. ബട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അന്ന് ആ സമയത്തൊക്കെ സ്പൈസ് ഒളിയൂറിസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ മൾട്ടിനാഷണൽ കമ്പനീസ് ഡസൻ നോ മച്ച് അബൌട്ട് ഹൗ ടു യൂസ് സ്പൈസ് ഒളിയൂറിസൻസ്. എക്സ്ട്രാക്ട്സ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ അവിടെ പോയി പല പ്രാവശ്യം ലാപ്ടോപ്പൊക്കെ ആയിട്ട് പോയി, നടന്നില്ല. പിന്നെ ഐ വെൻ്റ് ആൻഡ് മെയ്ഡ് സീരിയസ് ആയിട്ട് ഞാനിവിടെ പോയി ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഒരു അനുവാദം കിട്ടി. എല്ലാ സിഇഒമാരും, നെസ്ലെ സിഇഒ ആണെങ്കിലും വാസ് വെരി സപ്പോർട്ടീവ് ടു മീ, പെപ്സി ആൻഡ് നെസ്ലെ, യൂണിവർ ഓൾസോ. അപ്പോൾ അവിടെ പോയി അവരുടെ R&Dയോടൊപ്പം ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. നൗ വി ആർ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സപ്ലൈസ് ഫോർ ദം. ആ ടീച്ചിങ് കൊടുത്തപ്പം ഈ ഇന്ത്യൻ മാർക്കറ്റിൽ ആ കാലഘട്ടത്തിൽ ഈ സ്പൈസ് ഒളിയൂറിസിനെ കുറിച്ച് ആർക്കും തന്നെ നിശ്ചയം ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. സ്പൈസ് പൗഡറിനെ കുറിച്ചോ ഹോൾ സ്പൈസസിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം.
പക്ഷേ സ്പൈസ് ഒലിവറസിസ് എക്സ്ട്രാക്ഷനെ കുറിച്ച് പറഞ്ഞാൽ ആർക്കും അറിഞ്ഞുകൂടാ. അതിനെ പഠിപ്പിച്ച് അതിനോടൊപ്പം നമ്മളും സഹിച്ച് നിന്നുകൊണ്ട് പല പ്രാവശ്യം ട്രാവൽ ചെയ്ത് അവരോടൊപ്പം നിന്ന് അവരെയും ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലെവലിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് എത്തിച്ചത്. എത്രത്തോളം നമ്മളെല്ലാവരും ബിസിനസ്സുകാർ സക്സസ്ഫുൾ ആവാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പറയും. പക്ഷേ ആ ഹാർഡ് വർക്ക് എത്രത്തോളം, അതിൻ്റെ ലിമിറ്റ് എവിടെ, അതിൻ്റെ അതിർത്തി എവിടെയെന്ന് ഒത്തിരി പേര് പറഞ്ഞു കൊടുക്കില്ല. ശരിക്കും എങ്ങനെയാണ് ഇവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഹാർഡ് വർക്കിൻ്റെ സമയവും അതിനുള്ള എഫേർട്ടും അതെങ്ങനെയായിരുന്നു? ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാധീനം വേണം, ഫോർ ഗോഡ്സ് ഗ്രേസ്. അതാണ് ആദ്യം വേണ്ടത്. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഹാർഡ് വർക്കും പാഷനും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരും. യു ഷുഡ് ബി കമ്മിറ്റഡ് ടു ദ വാട്ട് യു ആർ ഡൂയിങ്. അതാണ് ഏറ്റവും ആവശ്യം. നമുക്ക് പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്തു പോകും. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് പാഷനാണ്. അപ്പോൾ എൻ്റെ പാഷൻ വാസ് സിന്തൈറ്റ്. ആൻഡ് സിന്തൈറ്റിൽ വന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യണം. അത് ഡെയിലി എൻ്റെ തലയിൽ നിന്ന് പോകത്തില്ല. കാരണം ബിക്കോസ് എനിക്ക് ഉറങ്ങാൻ പോലും സമയം കിട്ടില്ല. കാരണം ഞാൻ 2 hours ചില സമയത്ത് ആപ്പടെ ഒരു ലോങ് സ്ലീപ്പ് കിട്ടുന്ന ഒരു സാറ്റർഡേ ആയിരിക്കും. സാറ്റർഡേ ബിക്കോസ് വി ഡോണ്ട് ഹാവ് ആൻ ഫാക്ടറി ഓഫ് വർക്കിംഗ്, ഓഫീസ് നോട്ട് വർക്കിംഗ്. എന്തുകൊണ്ടാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഐ എം കമ്മിറ്റഡ് ടു ദ ഓർഗനൈസേഷൻ ആൻഡ് ഐ വോണ്ട് സിന്തൈറ്റ് ടു ബി ദ നമ്പർ 1 always. Because we are controlling about 40% of the world requirement. അപ്പം ആ ലെവൽ എപ്പോഴും കീപ്പ് ചെയ്യണം എന്നുള്ളത് കമ്പൾസറി കാര്യം. ശരിക്കും 1985 87 80% നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കുറഞ്ഞ് 40%ലേക്കായി. ഇപ്പോൾ 40% നിലനിർത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. Market is still big. That's why reason why that we have ഫാക്ടറീസ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. ലൈക്ക് അങ്ങനെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ബ്രസീലിൽ ഫാക്ടറി ഉണ്ടായിട്ടത്. ബ്രസീലിൽ ബ്ലെൻഡിങ് ഫെസിലിറ്റി ഉണ്ട്, ചൈനയിലുണ്ട്. വി ഹാവ് ബൈയിങ് ഫെസിലിറ്റി ഇൻ വിയറ്റ്നാം, ശ്രീലങ്ക. ഓഫീസസ് ഇൻ US, പിന്നെ ജർമ്മനിയിലുണ്ട്, നെതർലൻഡ്സിലുണ്ട്. വി ആർ ഓഫീസ് ഇൻ സൗത്ത് ആഫ്രിക്ക, ഇൻ ദുബായ്. അപ്പം ഞങ്ങൾ ഈ സെക്ടേഴ്സിലൊക്കെ ഇങ്ങനെ വരുന്ന എന്തുകൊണ്ട് അങ്ങനെ നമ്മുടെ വർക്കിംഗ് ഇൻട്രസ്റ്റ് കൂടുമ്പം നമ്മൾ തിങ്കിങ് കൂട്ടും. കാരണം ലൈക്ക് വി ഷുഡ് ഗോ ബിയോണ്ട് ദി ബൗണ്ടറീസ് എന്നുള്ളൊരു ഫീലിംഗ് വരും. ലൈക്ക് പിടിച്ചടക്കാനുള്ളൊരു ഒരു ഉള്ളിലൊരു ഫൈറ്റ് വരും. അപ്പോൾ നാച്ചുറലി യു വിൽ ഗോ ഫോർ ആൻഡ് വർക്ക് ഹാർഡ് ടുവേർഡ്സ് അത് കിട്ടാൻ വേണ്ടി. അത് കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടല്ല, അതിനുള്ള പാഷൻ കൊണ്ടാണ്. അത് അവിടെ നേടിയെടുക്കണം, ചെയ്യണം, ഗ്രോത്ത് ഉണ്ടാക്കണം എന്നുള്ളൊരു വിചാരം കൊണ്ട് മാത്രം. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് താങ്കൾ 3.5 വയസ്സായപ്പോൾ തൊട്ട് ബോർഡിങ്ങിൽ വളർന്നു. അതിനുശേഷം പല സ്ഥലങ്ങളിലായിട്ട് പഠിച്ചു. പിന്നീട് 1999 ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാൻ തീരുമാനിക്കുന്നു. ഞാനത് കേട്ടപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു സംശയമാണ്. ഇപ്പം ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പനുണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കി തുടർന്നുകൊണ്ട് പോയാൽ മതിയെന്ന് ഒരുപാട് പേർക്കും തുടങ്ങുമെങ്കിലും ശരിക്കും ഫാമിലി ബിസിനസ്സിന് ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ കയറി എത്താനുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് ആ ഒരു ഇന്ത്യൻ ബിസിനസ്സിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കണ്ടതുകൊണ്ട് മാത്രമാണോ, അതോ എനിക്ക് എൻ്റേതാകുന്ന ഒരു പാത വെട്ടിത്തെളിക്കണം എന്ന് ഉള്ളത് കൊണ്ടാണോ? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ യു ആസ്ക് മീ. 1982 ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നെങ്കിലും I would say I was a failure till 1999. Can you say that actually? Yeah. Failure in the sense that it's difficult to work with. എനിക്ക് ഒരിക്കലും എന്നേക്കാളും മുകളിൽ പ്രായമുള്ള ഒരാളുടെ വർക്ക് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി വിത്ത് മൈ ഫാദർ. It was so difficult to work with him. Because I would say he was a genius. At the same time, it doesn't need calculators to calculate, but I need a calculator to calculate. When I come for a discussion, he calculates things very fast. So immediately he gets annoyed with me. Hey, why you are not calculating properly? So there are certain things that I did not understand at that time. But 1985, he entrusted me for a journey to Australia. The first time he's sending me alone to Australia. ഈ ട്രിപ്പിൽ he was putting a test on me. What sort of person, what of thing that I can do. ഞാൻ അവിടെ ഓസ്ട്രേലിയയിൽ പോയിട്ട് കസ്റ്റമേഴ്സിനെ കണ്ടു. കുറച്ച് 2-3 കസ്റ്റമറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. And I finally met with a company called Brownson Jacobs. അവരായിട്ട് ഞാൻ കുറേ കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടു. അവർ ഞാൻ സിന്തൈറ്റിൻ്റെ ഏജൻ്റായിട്ട് അവിടെ പോസ്റ്റ് ചെയ്തു, തിരിച്ചു വന്നു. And I made a business, at that time I made a business of 5 crores. 85. And Australia as a region. Then my father got a conference with me. പക്ഷെ അത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഏറ്റെടുക്കുന്നത് കോയമ്പത്തൂർ ഫാക്ടറിയാണ്. ഞങ്ങൾക്ക് കോയമ്പത്തൂർ ഫാക്ടറി ഉണ്ട്, ഫ്ലവർ എക്സ്ട്രാക്ഷൻസ് ഒക്കെ ആയിട്ട്. ആൻഡ് വി ഹാഡ് എ ബിസിനസ് വിത്ത് എ കമ്പനി ഇൻ മെക്സിക്കോ. മെക്സിക്കൻ കമ്പനിയുടെ ബിസിനസ് ചെയ്ത് കോൺട്രാക്റ്റൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം 10 ടൺ കൊടുത്തു. പിന്നെ അവർ പറഞ്ഞു ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്ന് പറഞ്ഞു. 100 tons കഴിഞ്ഞു. പിന്നെ 150 tons ഉണ്ടാക്കി. 150 tons ഉണ്ടാക്കിയപ്പോൾ ദ മെക്സിക്കൻ കമ്പനി went on a loss and it was closed.
So at that time it was about 25 crores worth material sitting in my warehouse. I don't know we don't have any other customers. ഞങ്ങളിങ്ങനെ board was looking at me and asking me what the next we should do. ഞാനത് കഴിഞ്ഞിട്ട് I took a trip to Mexico. ആ ഫാക്ടറി പോയി നോക്കിയപ്പോൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ഞാനവിടെ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ചോദിച്ചു, ക്യാൻ ഐ ഗെറ്റ് യുവർ CEO's നമ്പർ, ഫോൺ നമ്പർ വന്നു. പുള്ളിയോടെ വന്നു. പുള്ളി പറഞ്ഞു, കമ്പനീസ് ഇൻ ബാങ്ക്രപ്സി ആൻഡ് വി കാൻ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞു. സോ I was upset. And I came back. ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഞാൻ അറ്റ്ലാന്റ ടു ഹോങ്കോങ് ഫ്ലൈറ്റിൽ ഹോങ്കോങ്ങിൽ വന്നിട്ട് സിംഗപ്പൂർ ഇങ്ങനെ റൂട്ട് അതായിരുന്നു. ഹോങ്കോങ് ടു സിംഗപ്പൂർ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എൻ്റെ നെക്സ്റ്റ് സൈഡിൽ ഒരു ആൾ വന്നിരുന്നു വിത്ത് 2 can of beer. ആ ബിയർ കൊണ്ട് എയറോസിന് എടുത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, യു ക്യാൻ ഗെറ്റ് ബിയർ ഇൻ ദ ഫ്ലൈറ്റ്, വൈ ഷുഡ് യു ബ്രിങ് ദ ബിയർ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ഗോട്ട് എ ലിവർ പ്രോബ്ലം. സോ ഐ ജസ്റ്റ് കാഷ്വലി ഐ ഡിഡ് നോട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, വെർ ആർ യു കമ്മിങ് ഫ്രം? ഐ കമ്മിങ് ഫ്രം ചൈന. So immediately we started the conversation. I said, why you went to China? I said, I went in search of marigold extract. And then I said, I was just curious to understand. I said, I heard and I know his name, Anthony. And why you went to, what quantity of marigold extracts? Then I said, yeah. Then I said, I took my brochure and showed him. So I said, before taking the brochure, I asked him, what quality of material that you want? I said, he needs, we sell marigold in grams. So I said, 160 grams less product ആണ് നമുക്ക് വേണ്ടത്. He needs about exactly 150 metric tons, which is in my warehouse in stock. So so he said, he asked me, and then I showed the conference പുള്ളിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ വിലയ്ക്കാൻ മേടിക്കണമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഇത് ഗ്രാമിനാണ് വിൽക്കുന്നത്. പറഞ്ഞു 19 സെൻറ്റിനാണ് മേടിക്കണമെന്ന് പറഞ്ഞു. ആക്ച്വലി ഞങ്ങളന്ന് 14 സെൻറ്റിനാണ് വിറ്റുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു 19.70 ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്നെ മുഖത്തേക്ക്, ജേക്കബ് ഐ യു ഷുവർ വാട്ട് യു ആർ ഡൂയിങ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യെസ് ഐ എം ടോക്കിംഗ് റൈറ്റ് എന്ന് പറഞ്ഞു. ഞാൻ I took the brochure and showed to him. Then he was surprised. Come on. Then next day morning, at that time he said, before landing, he said, can you come to my office and see my president? എനിക്ക് രാവിലെ വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് I went to the company called Kemin Industries, സിംഗപ്പൂർ. അവിടെ ചെന്നപ്പോൾ ഒരു പ്രസിഡന്റ് ഇരിപ്പുണ്ട്, ഒരു ഓസ്ട്രേലിയൻ ഗായ്. Jacob, I heard that you met with Anthony in the flight and you said you'll be able to give 150 metric tons. Yes, sir. പർച്ചേസ് ഓർഡർ അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. ഞാൻ ഒപ്പിട്ടാൽ മാത്രം മതിയായിരുന്നു. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. പിറ്റേ ദിവസം എൻ്റെ കണ്ടെയ്നർ മുഴുവൻ കയറി പോകുന്നു അറ്റ് എ ഹയർ പ്രോഫിറ്റ് റേറ്റ്. സോ ദിസ് ലോട്ട് ഓഫ് ഇതുപോലത്തെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പ്രയാസത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഒന്ന് കയറും. അപ്പം നമുക്കറിയാതെ നമ്മുടെ പ്രോഡക്റ്റ് വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് 25 കോടിയുടെ സാധനം within 2 days it left the warehouse. We signed a contract for 10 years with Kemin Industries. എപ്പോഴും ഇല്ലേ ദൈവാനുഗ്രഹം ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണല്ലേ? തീർച്ചയായിട്ടും. കല്യാണം കഴിഞ്ഞിട്ടാണോ ശരിക്കും ബിസിനസ്സിലോട്ട് വരുന്നത്? അതോ അതിന് മുമ്പേ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇവിടെ വന്ന് വർക്ക് ചെയ്യും. അപ്പോൾ ചെറുപ്പത്തിൽ പഠിച്ചു തുടങ്ങിയായിരുന്നു ബിസിനസ്സിലോട്ടുള്ള? പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ പഠിച്ചു തുടങ്ങി ചെറുപ്പത്തിൽ തൊട്ട്. ലാബിൽ ഒന്ന് വർക്ക് ചെയ്യണം. ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്റ്റലായിരുന്നെങ്കിലും അവധിക്ക് വരാൻ നേരത്ത് I used to come and work here. അപ്പോൾ ഈ അവധിക്ക് പിള്ളേര് മല ചാടി കയറുന്ന മരം കയറലായിരുന്നു, നമ്മൾ പണിയെടുക്കലായിരുന്നു. അന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അതിനുശേഷം കല്യാണം കഴിക്കുന്ന അതും ഇതിന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 1999 അപ്പോഴാണല്ലോ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു വന്ന പോലെ ആ സമയമായപ്പോഴാണോ ഈ എല്ലാം പിന്നീട് ഒരുപാട് ലോസസ് ഉണ്ടെങ്കിലും എനിക്ക് എൻ്റേത് ഐ നീഡ് ടു പ്രൂവ് അതുണ്ടായിരുന്നു, ഐ നീഡ് ടു ഷോ? ദാറ്റ് വാസ് മൈ, എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ ആരാന്ന്. ബിക്കോസ് നമ്മൾ കുറേ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ്, ഗ്രൂപ്പ് ഓഫ് കമ്പനി, എസ്പെഷ്യലി ഫാമിലി കമ്പനിക്കകത്ത് ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് ഹൂ ഈസ് ബിഗ്, ഹൂ ഈസ് സ്മോൾ എന്നുള്ളൊരു ഡിഫറൻസിയേഷൻ നടത്തും പലരും. കാരണം ചിലർ ഭയങ്കര ഹൈടെക്കായിട്ട് സംസാരിക്കാൻ പറ്റും ചെയ്യുന്നവരായിരിക്കും, ചിലർ കുറച്ച് പതുക്കെയായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്ന ഒരു ഫാമിലി കമ്പനിയിൽ ബേസിക് ആ ഹെഡിന് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എവ്രിബഡി ഈസ് ടാലൻറ്റഡ് in the family. അത് ആദ്യം മനസ്സിലാക്കണം. യു ഷുഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഓൾ. ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ഒരു കാര്യത്തിലായിരിക്കും കഴിവ് കൂടുതൽ, വേറൊരാൾക്ക് വേറെ കാര്യത്തിലായിരിക്കും കഴിവ് കൂടുതൽ. യു ഷുഡ് പ്രൊമോട്ട് ദാറ്റ്. മോസ്റ്റ് ഓഫ് ദ ഫാമിലി കമ്പനി ഡസൻറ്റ് ഡു ദാറ്റ്.
മോസ്റ്റ് ഓഫ് ഫാമിലി ഡസൻ ഡു ദാറ്റ്. എല്ലാം കൂടെ ഒരാളെ കൊണ്ട് ഏൽപ്പിക്കും. നോ, ഇറ്റ് ഇസ് നോട്ട് റൈറ്റ് ആക്ച്വലി. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ആ കഴിവിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഫാമിലി കമ്പനി ആവുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാമെന്നല്ലാതെ അതിനകത്ത് ഇൻറ്റേർണൽ നടക്കുന്ന ആ പ്രയാസങ്ങളൊന്നും ആരും അറിയത്തില്ല. ഞാൻ 1999 ഒരു ഇത്രയൊക്കെ ഈ 1999 മുമ്പാണ് ഇതൊക്കെ ഈ മാരിഗോൾഡ് ഇതൊക്കെ നടക്കുന്നത്. അതൊക്കെ അവർ ഫാമിലി കമ്പനി ആകുമ്പോൾ അതൊക്കെ ഒരു സ്വപ്നം പോലെ കണ്ടാൽ മറന്നു പോകും. ദേ വിൽ നോട്ട് ദാറ്റ് ഇസ് നോട്ട് അപ്രിസിയേഷൻ ഒക്കെ പിന്നെ അന്ന് കഴിഞ്ഞു. അന്ന് ആ കാലഘട്ടത്തിൽ അപ്രിസിയേഷൻ ഇല്ലല്ലോ, അപ്രിസിയേഷനേ ഉള്ളൂ എപ്പോഴും. അങ്ങനെയാണ്. ആ കാലഘട്ടത്തിൽ അപ്രിസിയേഷനൊന്നുമില്ല. ഇപ്പോഴല്ലേ അപ്രിസിയേഷനുള്ളൂ. യു ആർ ഡൺ ഗുഡ് എന്ന് പറയുള്ളൂ. ആ കാലഘട്ടത്തിലെ പാരൻസ് ഒന്നും ഒരിക്കലും അപ്രിഷിയേറ്റ് ചെയ്യില്ല. കാരണം അവരുടെ മേളിൽ അപ്പൻ്റെ മേളിൽ മകൻ ഒരിക്കലും പോകാൻ പാടില്ല ആ കാലഘട്ടത്തിൽ. അല്ല, ആ കാലഘട്ടത്തിൽ തിങ്കിങ് അങ്ങനെയായിരുന്നു. ഇറ്റ് ഇസ് നോട്ട്, വി കനോട്ട് ബ്ലെയിം എനി വൺ ബിക്കോസ് ദാറ്റ്സ് ദ വേ ദ പാരൻസ് യൂസ് ടു ഡു. They don't even think about whether the children, മോനാണോ അല്ലെങ്കിൽ കസിനാണോ എന്ന് ആരും വിചാരിക്കില്ല. കമ്പനിയിലുള്ള ആരാണെങ്കിലും the head doesn't never allow the next to come up and do certain things. അവിടെയാണ് എൻ്റെ കാരണം ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരാളാണ്. അപ്പനും ഓൾറെഡി ബിസിനസ് ഇവിടെ എത്തിച്ചു. അപ്പോൾ ഈ ഐഡിയാസ് തലയിൽ തിങ്ങിയിട്ട് പുറത്തിറക്കണമല്ലോ. അത് പുറത്തെടുക്കാൻ ഇപ്പം ഞാൻ സാധാരണ ഐഡിയ ഉണ്ടെങ്കിൽ ഇവിടെ ഫാറിന് മുറിയിൽ വന്ന് ഞാൻ ഐഡിയ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് കുറേ പ്രാവശ്യം എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഐഡിയ സംസാരിച്ച് എൻ്റെ പറയും അത് ശരിയാവില്ല എന്ന് പറയും. പക്ഷെ അടുത്ത ഡയറക്റ്റ് ബോർഡിൽ ഫാദർ ആ ഐഡിയ എടുത്തെങ്കിൽ ഇടും. അപ്പോൾ പിന്നെ നമുക്ക് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളായിട്ട് മാറും. അപ്പം അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ദാറ്റ് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും എല്ലാവർക്കും സ്പേസ് കൊടുക്കണം. കാരണം ബിക്കോസ് എല്ലാവർക്കും സ്പേസ് കൊടുക്കുമ്പം എവരിബഡി വിൽ ബി ഹാപ്പി ആൻഡ് ദേ വിൽ വർക്ക് ടുവേർഡ്സ് ദെയർ ഗോൾ. അപ്പം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഇന്ന് ലോകം വിരൽത്തുമ്പിലാണ്. ഇപ്പം സാറ് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇറങ്ങാമെന്ന് പറയുമ്പോഴത്തേനും വിരൽത്തുമ്പിൽ എത്തിയിട്ടില്ല. നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റേജിലോട്ടായിരുന്നു. മാർക്കറ്റിംഗ് ഗുരു എന്ന് താങ്കളെ വിളിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തത്, അതിലോട്ട് എത്തിയത് അതെങ്ങനെയായിരുന്നു? ഇന്ത്യൻ മാർക്കറ്റിൽ ഇവിടെ ഞാൻ കുറേ ട്രയൽസ് ചെയ്തു, കുറേ പ്രോഡക്റ്റ് എടുത്ത് ഇന്നോവേറ്റീവ്. കാരണം ബ്ലെൻഡ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. കാരണം ബാർബക്യൂ ബ്ലെൻഡ്സോ അല്ലെങ്കിൽ ചിക്കൻ ചെട്ടിനാട് ഇതൊക്കെ എല്ലാ കുസീൻ്റെയും റെസിപ്പി എടുത്തിട്ട് നമ്മൾ ഒലിയോറിസിൻ വെച്ച് ബ്ലെൻഡ്സ് ഉണ്ടാക്കുക. അപ്പോൾ വി ആർ നോട്ട് യൂസിങ് എനി പൗഡേഴ്സ്. എല്ലാം ഒലിയോറിസിൻ എക്സ്ട്രാക്ട്സ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ. അപ്പം അത് വെച്ച് ചെയ്ത് പല പ്രാവശ്യം നമ്മൾ ട്രയൽ എടുത്തു, ഒത്തിരി ഫെയിലായി. ഞാനും ട്രയലിൻ്റെ ഭാഗമാണ്. കാരണം ഞാനും ഒരു ഷെഫും വേറൊരു പയ്യനും, ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഈ ട്രയൽ എടുക്കാൻ. അപ്പോൾ ഉണ്ടാക്കും, കഴിക്കും, വയറ് സുഖമില്ലാതാവും, പിന്നെയും കഴിക്കും, പിന്നെയും ഉണ്ടാക്കും, പിന്നെയും ഫെയിൽ ചെയ്യും. ഇങ്ങനെ കണ്ടിന്യൂസ് ഫെയിലിയർ ആയി അവസാനം ഞാൻ വിചാരിച്ചു ദർ ഷുഡ് ബി എ സക്സസ് സംവെയർ. അപ്പം ഞാൻ കുറച്ച് ഡൽഹി ചെന്ന സമയത്ത് എൻ്റെ ഒരു ക്ലയൻറ്റ് ഈ ഭുജിയ ബ്ലെൻഡ്സ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പ്ലെയിൻ ഭുജിയ കുറച്ച് തരാമെന്ന് ചോദിച്ചു. ഐ സെഡ് ഓക്കെ. അപ്പോൾ എന്നോട് ചോദിച്ചു വാട്ട്സ് ദ റീസൺ ഫോർ വാട്ട് യു വോണ്ട് പ്ലെയിൻ ഭുജിയ? ഒരു ബ്ലെൻഡ് ഒന്ന് ഫ്ലെഡ് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ ആ ബ്ലെൻഡ് മിക്സ് ചെയ്തപ്പോഴത്തേക്കും സംഗതി കറക്റ്റായി. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യനാണ്. ചോദിച്ചു ഡു യു ഹാവ് എനി ഐഡിയ ഓഫ് സംതിങ് എൽസ്? പുള്ളി പറഞ്ഞു ഐ വിൽ ഗിവ് യു സം സ്മോൾ ടിപ്പ് ഫോർ ഇറ്റ് എന്ന് പറഞ്ഞു. പുള്ളി ഒരു സാധനം എടുത്ത് അതിനകത്ത് മിക്സ് ചെയ്തപ്പോൾ സംഗതി ടേക്ക് ഓഫ് ആയപ്പോൾ ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് ആ സെയിം സിസ്റ്റം ഉപയോഗിച്ച് പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കിയത് ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ ഈ ഇതും കൊണ്ട് പോയാൽ ആരും മേടിക്കണ്ടേ. ഈ എല്ലാ ക്ലയൻസിനടുത്ത് ചെന്നിട്ടും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് അവരുടെ R&Dയും QC അപ്രൂവൽ വേണം, R&D അപ്രൂവൽ വേണം. അവരുടെ കാരണം നമ്മുടെ സാധാരണ കമ്പനി പോകുന്ന പോലെയല്ല നെസ്ലയൊക്കെ പോകുന്നത്. 100,000 പോയിൻറ്റ്സാണ്. എല്ലാത്തിനകത്ത് സ്പെസിഫിക്കേഷൻസ് റൈറ്റ് എല്ലാം കറക്റ്റായിരിക്കണം. സ്റ്റഡി വിത്ത് വർക്ക് എന്ന് പറഞ്ഞ പോലെ പഠിച്ചുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആദ്യം എല്ലായിടത്തും ഒരു വർഷത്തോളം എനിക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിയില്ല. സെക്കൻഡ് ഇയർ ഐ സെഡ് ഐ നീഡ് ടു ഗെറ്റ് സം ഓപ്പണിംഗ്. അപ്പോൾ ഞാൻ ഒരു ക്ലയൻറ്റ് എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നു. ഒരു ക്ലയൻറ്റ് ഓപ്പൺ ചെയ്യാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ആ ക്ലയൻറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ബോംബെയിലൊരു ക്ലയൻറ്റ് ആണ് ഓപ്പൺ ചെയ്ത് തന്നു കഴിഞ്ഞ് പിന്നെ എനിക്ക് 1 to 1 അത് കൊണ്ടുപോകാൻ പറ്റി. അത് പിന്നെ ഓൾ ഇന്ത്യ മുഴുവൻ ഞാനത് എസ്റ്റാബ്ലിഷ് ചെയ്തു. We were the first company to do the first blends in India. Nobody thought about it. Even എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് പോലും പറയും, സി വിജു, ഇഫ് യു ഡോണ്ട് ഹാവ് വിജു ഇത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ വി വുഡ് നോട്ട് ഹാവ് നോൺ ദിസ് ഇന്ത്യൻ മാർക്കറ്റ്. ഇന്ത്യ വാസ് സച്ച് എ ബിഗ് മാർക്കറ്റ്. ഞാൻ പറയും ഇന്ന് US-നേക്കാളോ അല്ലെങ്കിൽ യൂറോപ്പിനേക്കാളോ ബിഗ് മാർക്കറ്റാണ് ഇന്ത്യ. ഈ കഴിഞ്ഞ മാസം നിങ്ങൾ പെപ്സിക്ക് വേണ്ടി മാത്രം ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു ഡൽഹിയിൽ, പെപ്സിയുടെ പ്രൊഡക്ഷന് വേണ്ടി മാത്രം.
അപ്പം ബിക്കോസ് അന്ന് ഞാൻ പെപ്സി പോയപ്പോൾ പെപ്സിക്ക് ഒന്നും അറിയാൻ പാടില്ലാത്ത പെപ്സി ആയിരുന്നു. ഇന്ന് പെപ്സിക്ക് ഞങ്ങളുടെ ഫുൾ പ്രൊഡക്റ്റുമാണ്. ഇപ്പോൾ കുർക്കുറയിലും ബാക്കി എല്ലാത്തിനും ഞങ്ങളുടെ പ്രൊഡക്റ്റാണ് വരുന്നത്, കയറാൻ പോകുന്നത്. Oh, wow, sir. Proud of you. ദാറ്റ് ഇസ് വേർ അന്ന് അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. കാരണം വെച്ചാൽ അത്രമാത്രം കഷ്ടപ്പെട്ടു. കാരണം പോയി ബിക്കോസ് അന്ന് നമ്മൾ അധികം 5 സ്റ്റാർ ഹോട്ടലൊന്നും താമസിക്കാതെ ഏറ്റവും ലോ കോസ്റ്റിൽ താമസിച്ച്, കാരണം ബിക്കോസ് വി വോണ്ട് ടു മേക്ക് എ സക്സസ് സ്റ്റോറി. അല്ലാതെ ഓടിപ്പിടിച്ച് പോയി വലിയ ആളാണെന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ സോ ഐ ഹംബിൾ ഡൗൺ മൈസെൽഫ് ടു മേക്ക് ഇറ്റ് എ സക്സസ്. ദൈവം കൂടെ ഉണ്ടായിരുന്നു, അതാണ് ഏറ്റവും വലിയ സക്സസ് എൻ്റെ. സർ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു വർഷം നടന്നു ഇതിനൊരു ഫസ്റ്റ് ക്ലയൻറ്റിനെ ക്രാക്ക് ചെയ്യാൻ. സാറിനെ കുറിച്ച് എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈസ് എ മാർക്കറ്റിംഗ് ഗുരു. അതായത് മാർക്കറ്റിംഗിൽ പുള്ളി കഴിഞ്ഞിട്ടേ ഒരാളുള്ളൂ, പുള്ളിയിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം അപ്പൻ്റെ അടുത്ത് കൊടുത്ത വാക്കാണെങ്കിലും എല്ലാം ഇത്ര ചെറിയൊരു ഇതിൽ നിന്നും ഭയങ്കര വലിയ കോടികളിലോട്ട് വളർന്ന ഒരാളാണ്. ഈ ഫസ്റ്റ് ക്ലയൻറ്റിനെ ക്രാക്ക് ചെയ്യാൻ പോയില്ലേ, ആ 1 ഇയർ എന്ന് പറയുമ്പോൾ ഇത്രയും മാർക്കറ്റിങ്ങിൽ പുലിയായിട്ടുള്ള ഒരാൾക്ക് അത്രയും സമയം അത് ക്രാക്ക് ചെയ്യാൻ എടുത്തത് ആ മാർക്കറ്റ് അവയർനെസ് അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണോ, അതോ ഡിഡ് യു ചേഞ്ച് എനിത്തിങ് ആ ഒരു ക്ലയന്റിനെ കിട്ടാൻ? ഇല്ല, മാർക്കറ്റ് അവയർനെസ് ഉണ്ടായിരുന്നില്ല. ബേസിക് ഇന്ത്യൻ മാർക്കറ്റിൽ സ്പൈസ് ഹോൾഡേഴ്സിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തൊരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. അതാണ് ഏറ്റവും രസം. ഇന്ന് ഞാൻ പഠിക്കുന്ന ഒരു കാര്യം അതാണ്, ഒന്നും അറിയാൻ പാടാത്തവരടുത്ത് ചെല്ലുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ബിക്കോസ് അവനതൊരു പുതിയ കാര്യമായിട്ട് അവൻ കൺസിഡർ ചെയ്യും. അവൻ്റെ ഇൻഡസ്ട്രിയിൽ അവൻ പുതിയ കാര്യമായിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ ആഫ്രിക്കയിൽ പോയി കൊണ്ടുപോയി ഇറക്കാമെങ്കിലുണ്ടല്ലോ, ഐ ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു ബി ഇൻ ദ ആഫ്രിക്ക. ബിക്കോസ് നെക്സ്റ്റ് ഗ്രോയിങ് കൺട്രി വിൽ ബി ആഫ്രിക്ക, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇന്ത്യ ഒന്നും ആയിരിക്കില്ല. ഇന്ത്യ കാരണം അത്രയും പ്രഷ്യസ് ലാൻഡുണ്ട്, അൺടച്ച് സോയിലുണ്ട്, ഇഷ്ടംപോലെ ജോലിക്കാരുണ്ട്, അങ്ങനെ പല സംഗതികളുണ്ടല്ലോ. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അതേപോലെ ബിഗാണ് ആഫ്രിക്കൻ മാർക്കറ്റ്. യു ക്യാൻ റിയലി ഗ്രോ ഇൻ ദ ആഫ്രിക്കൻ മാർക്കറ്റ്. ആസ് എ ബിസിനസ് മാൻ എന്തുണ്ടെങ്കിലും സെല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു കാര്യമില്ലല്ലോ. ആ ഒരു പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണത് എങ്ങനെയായിരുന്നു? അതായത് എല്ലാ ബിസിനസ്സുകാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, തകർച്ചകൾ വരുമ്പോൾ എങ്ങനെയാണ് പിടിച്ചു വെക്കുന്നത് എന്നുള്ളത്. പക്ഷേ അതെനിക്ക് തകർച്ചയായിട്ട് തോന്നിയില്ല, അതിൻ്റെ ലേണിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ആ സമയത്ത് ഞങ്ങൾക്ക് എക്സ്പോർട്സ് ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളുടെ ബേസ് ഫൗണ്ടേഷൻ വാസ് ഗുഡ്. അതുകൊണ്ട് പിന്നെ എനിക്ക് ആ ട്രയലിൽ ഫെയിലായാലും എനിക്ക് വലിയൊരു വലിയ സങ്കടമായിട്ടുള്ള കാര്യം ഞാനായിട്ട് കണ്ടില്ല. പക്ഷേ എനിക്ക് ഫെയിലാവുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ബിക്കോസ് ഐ വാസ് എ വെരി ഗുഡ് സ്പോർട്സ്മാൻ. ഞാൻ നല്ല സ്പോർട്സ്മാനാണ്. കാരണം എനിക്ക് കളിയിൽ ചിലപ്പോൾ തോക്കും, ചിലപ്പോൾ ജയിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ അതിനെയും കണ്ടു. കാരണം ബിക്കോസ് നമ്മളെല്ലാ കാര്യം പോകുന്നത് എല്ലാം നടക്കണമെന്നില്ലല്ലോ, ചിലപ്പോൾ നടക്കാതെ പോകും. പക്ഷെ നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിക്കുകയും ചെയ്യും. അപ്പം why that did not happen, അല്ലെങ്കിൽ അതിൻ്റെ ആ കമ്പനി പോയി നമ്മൾ സംസാരിച്ചു, why that was not happening, was it my flavor difference, was he asking for something else? അങ്ങനെ പല ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും നമ്മളോട് തന്നെ. കാരണം എന്തുകൊണ്ടാണ് എൻ്റെ ആ പ്രൊഡക്റ്റ് അവിടെ പാസ്സാവാതെ പോയത്, എന്തെങ്കിലും ഒരു ബേസിക് കാരണം കാണും. അപ്പോൾ അത് പഠിക്കുക, ആ തിങ്കിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിൽ സക്സസ് ഉണ്ടാക്കാം. why I am failing, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പലപ്പോഴും ചോദിക്കാറില്ല ആരും why I am failing എന്നുള്ളത്. I am failing with lot of reasons. കാരണം ഒന്നിൽ പോയ പ്രോഡക്റ്റ് ആയിരിക്കാം, മേ ബി ബിക്കോസ് ദ വേ വിച്ച് ആ കമ്മ്യൂണിക്കേഷൻ്റെ കുഴപ്പമായിരിക്കാം, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. ബട്ട് യു ഷുഡ് അനലൈസ് വാട്ട് ഈസ് എ ഫെയിലിയർ, ഹൗ ഡു യു ഫെയിൽ ഇൻ ദാറ്റ്. നമ്മളെങ്ങനെയാണ് ഒരു കാര്യത്തിൽ ഫെയിൽ ചെയ്യണം, നമ്മൾ തന്നെ അനലൈസ് ചെയ്യണം. ഇപ്പം ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇറ്റ്സ് ഈസി. കാരണം കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയിട്ട ബിസിനസ് നമ്മൾ നടത്തിക്കൊണ്ട് പോയാൽ മതിയല്ലോ എന്നുള്ളത്. അതിന് ഒരു സിമ്പിളായിട്ടുള്ള ആംഗിളിൽ നോക്കിയാൽ പോലും കാരണവന്മാരുണ്ടാക്കിയത് നമ്മൾ നശിപ്പിക്കരുത്. 2, ഇതിനെ നമ്മൾ വളർത്തുക, അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക, അതിനെ സ്കെയിലപ്പ് ചെയ്യുക. താങ്കൾ സ്കെയിലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കെയിലിംഗ് അപ്പിലോട്ട് വരുമ്പോഴത്തേനും അത് കമ്പനി വളരുന്ന പോലെ തന്നെ കുടുംബവും വളരും, മക്കളുണ്ടാവും, പേരക്കുട്ടികൾ, അതങ്ങനെ പല തലമുറകളായിട്ട് വളർന്നു പോകും. അപ്പോൾ നമുക്ക് ഈ ബിസിനസ് നമ്മുടെ അടുത്തേക്ക്, സാറിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും, സാർ ഹെഡായിട്ടിരിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഒരപ്പനും 2 മക്കളും, ഒരുപാട് എണ്ണത്തിൻ്റെ ഇടയിലാണ് പുതിയ ഐഡിയാസ് എല്ലാ ദിവസവും. അപ്പം നേരത്തെ നമ്മൾ അപ്പനിരുന്ന സ്ഥാനത്തിരിക്കുകയാണ്. യെസ് എന്ന് പെട്ടെന്ന് എല്ലാത്തിനോടും നമ്മുടെ അനുഭവം കൊണ്ട് നമുക്കറിയാം പറയരുതെന്നുള്ളത്. ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഈ ഒരു ഫാമിലി ഡൈനാമിക്സ്? കാരണം ഇതിൽ ഈഗോയും വരും. നമ്മൾ പറഞ്ഞ ഇഷ്ടമല്ലെങ്കിൽ അപ്പം തന്നെ അങ്കിള് ഞാൻ പറഞ്ഞ കേട്ടില്ല, അല്ലെങ്കിൽ അപ്പം പറഞ്ഞ കേട്ടില്ല, എൻ്റെ ഐഡിയ എന്നെ ഇഷ്ടമില്ല ചേട്ടാ, ഇതും അതിനിടയിൽ വരാം. ബിക്കോസ് ഇറ്റ്സ് ഫാമിലി ബിസിനസ്. തീർച്ചയായിട്ടും. അപ്പം ഹൗ ഡു യു മാനേജ് ദാറ്റ്? വന്ന് പറയുന്നതൊക്കെ എസ് പറയാൻ മുളരുത്. ഞാൻ ഒരിക്കലും എസ് പറയാറില്ല. I always tell that and let us discuss on that particular point that what you are coming with, and let me see how best what we can do. I will not disappoint that person. I'll say, let us start something and let us see how it works. കാരണം നമുക്ക് ഒരാളുടെ കോൺഫിഡൻസ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്, ആരുടെ ആണെങ്കിലും. കാരണം ഒരു ഫാമിലി മെമ്പറാന്ന് പറഞ്ഞാലും, ഒരു കസിനാന്ന് പറഞ്ഞാലും, ഒരു എന്തൊക്കെ റിലേറ്റീവ്സാന്ന് പറഞ്ഞാൽ കൂടി നമുക്ക് അവരെ നിർത്തേണ്ടത് നമ്മുടെ ചുമതലകളിലുണ്ട്. കാരണം വെച്ചാൽ അവർ പല ഡ്രീംസോടെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത് എപ്പോഴും.
കാരണം ബിക്കോസ് നമ്മളെക്കാളും ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമ്മളെക്കാളും കൂടുതൽ ടെക് വൈസ് ദിൽ ബി അപ് ഫ്രണ്ട് ദെൻ മീ ഓർ തോട്ട് പ്രോസസ് ദേ മേ ബി മച്ച് ബെറ്റർ ദെൻ മീ. എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ദാറ്റ് യു തിങ്ക് എ പേഴ്സൺ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഇസ് ബെറ്റർ ദെൻ യു. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ബിക്കോസ് നമ്മുടെ ഈഗോ അത്രയും കുറഞ്ഞിരിക്കും. കാരണം ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ദാറ്റ് പേഴ്സൺ ഇസ് ഓൾവേസ് ഗുഡ്. ബിക്കോസ് ഞാനിപ്പോഴും അങ്ങനെയാണ്. ഞാനൊരു എൻ്റെ മുമ്പിലിരിക്കുക ആരും വരുവാണെങ്കിൽ മീറ്റിങ്ങിന് വരുവാണെങ്കിൽ തന്നെയാണ് എൻ്റെ റിലേറ്റീവ്സ് ആരും വരുവാണെങ്കിൽ തന്നെ വരിക ദിസ് പേഴ്സൺ ഇസ് കമ്മിങ് വിത്ത് എ ഗുഡ് ഐഡിയ മേ ബി ലെറ്റ് മി തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ളൊരു അവസരമാവും എന്നുള്ള ഞാൻ കാണുന്നത്. ബട്ട് ഐ ഡോണ്ട് ഡിസപ്പോയിൻറ്റ് എനി വൺ ഇൻ എനി ഫാക്ടർ. ബിസിനസ്സുകാരനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും സ്ട്രെങ്ത് ആണ് കാണാറ്. അപ്പൊ വിജു ജേക്കബ് എന്ന് പറയുന്ന ആൾ സങ്കടപ്പെട്ട് കരഞ്ഞിരുന്ന അങ്ങനത്തെ ഒരു സമയവും പിന്നെ ഇതൊക്കെ ആ പ്രായത്തിലൊക്കെ നമുക്ക് ഐ വാസ് 23, 24, 25, 26 ഇറ്റ്സ് എ ക്രൈങ് ഏജ് നോ. കാരണം ബിക്കോസ് എന്ത് പറഞ്ഞാലും നമുക്ക് യു ആർ നോട്ട് നമ്മൾ എനർജിയോടെ വരുന്നത് ആ സമയത്ത്. പക്ഷേ യു ആർ നോട്ട് ആക്സെപ്റ്റൻസ് ആണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ. നമ്മളെവിടെ പോയാലും നമ്മുടെ ആക്സെപ്റ്റൻസും വേണമല്ലോ നമുക്ക്. ആ ആക്സെപ്റ്റൻസ് ഒന്നുമില്ല. നമ്മൾ കോളേജിൽ പോയി വന്നു, ഇവിടെ വന്നു, നോ ആക്സെപ്റ്റൻസ് ബിക്കോസ് എവറി ടൈം യു ആർ ബീൻ പുഷ് ഡൗൺ ഇൻ ദ സെൻസ് ദറ്റ് അവർ ചിന്തിക്കുന്ന പോലെയല്ല നമ്മൾ ചിന്തിക്കുന്നതെന്നുള്ളതാണ് പുഷ് ഡൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ അതേ സ്റ്റൈല് ഞാൻ നെക്സ്റ്റ് ഇപ്പോഴത്തെ ജനറേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എവറിബഡി വിൽ ക്വിറ്റ് 100%. അങ്ങനെ ചെയ്യരുത്. കാരണം ബിക്കോസ് അതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാമെന്നാണ് ഒരു സീനിയർ ആളുടെ ചുമതല. ഇനി ഇതെല്ലാം ജോലി ഓക്കെ വർക്ക്. എനിക്ക് മനസ്സിലായിടത്തോളം താങ്കളുടെ ജീവിതവും വർക്കും എല്ലാം ഒന്നുപോലെ, അതിന് കെട്ടുപിണഞ്ഞ് കിടക്കാന്നല്ല ഒന്നായിട്ടാണ് തോന്നുന്നത്. അപ്പം ഇൻ്റലിജൻസ് എങ്ങനെയായിരുന്നു? അതായത് സം പീപ്പിൾ ഡു തിങ്സ് ഫോർ ഫൺ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വാച്ചുകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം, കാറുകൾ ഭയങ്കര ഇഷ്ടമാണെന്നറിയാം. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ വാച്ചൊക്കെ ആകുമ്പോൾ മേടിക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ എങ്ങനെ, കളക്ഷൻസ് ഒക്കെ ഉണ്ട്? വാച്ചസ് കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പണ്ട് കളക്ട് ചെയ്തത്ര ഇപ്പോൾ വാച്ച് കളക്ട് ചെയ്യുന്നില്ല ടു ബി ഓണസ്റ്റ്. കാരണം എൻ്റെ ഫൺ തീർന്നു. കാരണം ബിക്കോസ് ഐ ഹവ് യൂസ്ഡ് ലോട്ട് ഓഫ് വാച്ചസ്. അപ്പം ഇപ്പോൾ കാറിനോടാണെങ്കിലും എല്ലാ പ്രാവശ്യവും എല്ലാവരും പറയും, ഞാൻ പറയും ഇത് ലാസ്റ്റ് കാറാണ്, ഇനി എടുക്കത്തില്ല എന്ന് പറയും. പക്ഷേ പിന്നെ അറിയാതെ പോയി ഒരു കാറ് കാണും, അത് എടുക്കും. അങ്ങനെ ഇപ്പോൾ തീരുമാനിച്ചു വിൽ നോട്ട് ടേക്ക് എനി മോർ കാർസ്. കാരണം കാറിൻ്റെ ഏറ്റവും രാജാവിനെയാണ് ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത്. അതുകൊണ്ട് ഒരു റോൾസ് റോയ്സ് കളിന എൻ്റെ അടുത്ത് ഇരിക്കുന്ന സീരീസ് 2. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് വേറൊരു കാറിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് as on this minute I don't have any interest of getting another car. Do you remember your first car? എന്ന് ആദ്യമായിട്ട് കാർ മേടിച്ചത്? ഫസ്റ്റ് കാർ എനിക്ക് കോളേജിൽ പോകുമ്പോൾ ഫാദർ എനിക്ക് ഫിയറ്റ് കാർ തന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് കാർ. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര വണ്ടി ജീവിതത്തിൽ കയറി പോയി? എത്ര ഒരു 160 കാറെങ്കിലും പോയി ഇറങ്ങി പോയി കാണണം. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഇപ്പം ഈ നമ്പർ പ്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ലേഖനമൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ലക്ഷങ്ങൾ കൊടുത്ത് മേടിച്ച നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ അത്ര വലിയ ലക്ഷം കൊടുക്കാറില്ല. പറ്റുമെങ്കിൽ ലക്ഷം കൊടുക്കാതെ മേടിക്കാനുള്ള പരിപാടിയെ നോക്കുകയുള്ളൂ. ഓപ്ഷന് പോയി നമ്പർ ഇല്ല വല്ലപ്പോഴും അങ്ങനെ ഇത്രയും വലിയ ഫണ്ടൊന്നും ഞാൻ ചിലവാക്കത്തില്ല. ഇറ്റ്സ് നോട്ട് വാല്യൂബിൾ ഫോർ ദറ്റ് നമ്പർ. ഇനി ഡു യു സീ യുവർ സെൽഫ് ഡൈവേഴ്സിഫൈ, അതായത് പുതിയ ബിസിനസ്സുകളിൽ താങ്കളുടേതല്ലാത്ത ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാണുന്നുണ്ടോ? ലൈക്ക് ഡു യു സീ യുവർ സെൽഫ് ഡൂയിങ് ദാറ്റ്? ഏഞ്ചൽ ഇൻവെസ്റ്റർ ആയിട്ട് പുതിയ അങ്ങനത്തെ ഇൻവെസ്റ്റ്? ഐ വുഡ് ലൈക്ക് ടു ഡു ദാറ്റ് after if we are planning to go for an IPO or something like that. Definitely I will start the next day. I will start investing in startups and other. There are a lot of startup companies the children I am advising online. അവർ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ സംടൈംസ് ദേ ടേക്ക് മീ ദെയർ ആൻഡ് ഐ യൂസ് ടു ഗീവ് ദം മൈ അഡ്വൈസ്. IPOയുടെ കാര്യം പറഞ്ഞില്ലേ, അതിപ്പം 25 വരുന്നായിരുന്നല്ലോ അല്ലേ? അത് കുറച്ച് സ്ലോ ആയിപ്പോയി. കുറച്ച് എൻ്റെ വർക്ക് കുറച്ച് സ്ലോ ആയിപ്പോയി. വി വിൽ സ്ലോലി വിൽ കം. വി ആർ നോട്ട് ദാറ്റ് ഫാസ്റ്റ് ടു ഡു ദാറ്റ്. പിന്നെ ഈ ഇപ്പം പുതിയ പിള്ളേരുടെ എല്ലാവരും ബിസിനസ്സിൽ അഡ്വൈസിന് വേണ്ടിയും അല്ലെങ്കിൽ ആരാധനയോടെ കാണുന്ന ആളുകളിൽ ഒരാളാണ് താങ്കൾ. അപ്പോൾ ഈ ഒരു ഐഡിയ ആയിട്ട് വരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ഉള്ള വഴികൾ ശരിക്കും അവർക്കുള്ളത് എന്താണ്? യു ഹാവ് എ സോളിഡ് ഐഡിയ, യു വോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാനിത് പലപ്പോഴും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഈ സ്റ്റാർട്ടപ്പ് കമ്പനീസിന് കാശ് കൊടുക്കാൻ നേരത്ത് അവർക്ക് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, സ്റ്റാർട്ടപ്പ് കമ്പനീസിന് ഈ ഇനീഷ്യൽ ക്യാപിറ്റൽ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റലോടെ വേണം. ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഈക്വലി ഗുഡ് ആസ് ക്യാപിറ്റൽ ഓൾസോ. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ അവർക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി സക്സസ് സ്റ്റോറി ആയെങ്കിൽ ഈ 8-9% ലോൺ എടുത്ത് ഇൻട്രസ്റ്റ് ലോൺ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് ഫീസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അവർക്ക് ഒരു
ലോ ഇൻട്രസ്റ്റ് റേറ്റ്സിൽ ഏതെങ്കിലും ബാങ്കിനെ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജസിൽ ലേറ്റർ ഓൺ ദേ കൻ വെൻ ദ കമ്പനി ബിക്കംസ് ബിഗ് ദേ ക്യാൻ ചാർജ് ഗോ ബാക്ക് ടു 9%. ആ ഒരു കൺസെപ്റ്റ് ഇത്ര നാൾ ഇവിടെ ഡ്രൈവ് ചെയ്തിട്ടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് സ്റ്റാർട്ടപ്പ് കമ്പനീസ് വുഡ് ഹാവ് ബീൻ കം അപ്പ്. പൂട്ടിപ്പോവാതെ ഒത്തിരി കയറി വരും. ഒത്തിരി കമ്പനികൾ പൂട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നമ്പേഴ്സ് ഹ്യൂജ്. ബിക്കോസ് അതിനകത്ത് ചില ഇൻവെസ്റ്റേഴ്സിൻ്റെ നെഗ്ലിജൻസും ഉണ്ട്. കാരണം വന്ന് കയറി ഉടനെ തന്നെ ഫാൻസി ഓഫീസും ഫാൻസി സ്റ്റഫും ഒക്കെ ചെയ്ത് കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി. അങ്ങനെയല്ല, നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ നേരത്ത് ഐ വിൽ ഹാവ് 5 people with me and I will always see that there should be a devil's advocate in the team. ബിക്കോസ് നമ്മളെപ്പോഴും എസ് പറയുന്ന ടീമായിരിക്കരുത് ഒരിക്കലും. ദർ ഷുഡ് ബി വൺ പേഴ്സൺ സെയിങ് നോ ടു തിങ്സ്. സോ നോ ടു തിങ്സ്, സിംപ്ലി നോ ടു തിങ്സ്, ബട്ട് ടെക്നിക്കലി നോ ടു തിങ്സ്. അപ്പോൾ അങ്ങനെ പറയുന്ന മാത്രമേ നമുക്കൊരു പ്രോജക്റ്റിനെ കൺസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പലപ്പോഴും പ്രോജക്റ്റ് ഫെയിൽ ആവുന്നതിൻ്റെ മേജർ റീസൺ ഇസ് ബിക്കോസ് വി ഓൾ സേ യെസ് ടു ഇറ്റ്. We should not say, everybody should not say yes to it, but one person is a devil's advocate. That person would say that, with so and so reasons that it may not work, so can we rethink about it. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം റീതിങ്ക് അതിനെ ഫർണിഷ് ചെയ്ത് റൈറ്റ് ആക്കണമെങ്കിൽ ഈ റീതിങ്കിങ് ഉണ്ടാകണം. ഓൺട്രപ്രണേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ഫ്രം യുവർ ലൈഫ് എന്തായിരിക്കും സാർ പറയുക? സാറ് പഠിച്ച പാഠം എന്തായിരിക്കും ബിസിനസ്സിൽ? I would say that, all the youngsters, ഇപ്പം ഞാനൊരു യങ്സ്റ്ററായിട്ടാണ് ഈ ലെവലിലെത്തിയത്. അപ്പം don't think that it's easy to get in and make a success. No. You will have struggles, you will have difficulties, you should keep your calm, keep your character right, keep everything right. Like you should have patience, perseverance and everything to take a business into a success. കാരണം when you're getting into a business, don't never think that tomorrow morning I'm a successful story. No, never. Years and years of my journey is 43 years of journey in Synthite. ഈ 43 years ജേർണിയിലാണ് എനിക്കൊരു ഇൻ്റർവ്യൂ വരുന്നത്. So that shows, after I've taken a struggle of 43 years, still when a new innovation comes, I'll struggle. So struggling is always good, and that makes you more energetic. Challenges should come straight to you, and that makes you more confident about yourself. Most of the time people are going back is because they don't want to take challenges, but we need to take challenges and take it forward. That's the only thing that I would say to the new upcoming industrialist or the business people. Thank you so much for your time. Thank you.